ശമ്പളം ലഭിച്ചിട്ട് ഇന്നേക്ക് 75 ദിവസം. സംസ്ഥാനത്ത് 13,000-ഓളം വരുന്ന NHM ജീവനക്കാർ പ്രതിഷേധത്തിൽ. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ 50-ൽ പരം ജീവനക്കാർ സംബന്ധിച്ചു. 2023 ജൂൺ മാസത്തിൽ ശമ്പള വർധന ഉത്തരവ് വന്നെങ്കിലും പുതുക്കിയ ശമ്പളമോ അതിന്റെ കുടിശ്ശികയോ ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. നിത്യവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും കുടുംബച്ചെലവ് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ കടമെടുത്ത് നടത്തേണ്ട അവസ്ഥ. ഈ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് NHM എംപ്ലോയീസ് യൂണിയൻ ഒട്ടനവധി സമരങ്ങളും ശ്രമങ്ങളും നടത്തിയെങ്കിലും നാളിതുവരെ ഇവിടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. തുടർന്ന് NHM എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ ജില്ലാ അടിസ്ഥാനത്തിലും പ്രധാന ആശുപത്രികൾ ജില്ലാ ബ്ലോക്ക് ആശുപത്രിയിലും പ്രതിഷേധ പരിപാടികൾ നടത്തിവരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഫീൽഡ് സംബന്ധമായ എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം ഇനിയും തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുമെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി ജിതേഷ്, PRO അബ്ദുൽ മജീദ്, ഡോക്ടർ അനീസ്, ഡോക്ടർ രമാദേവി, ഡോക്ടർ അസ്കർ അലി എന്നിവർ നേതൃത്വം നൽകി. 14,000-ഓളം വരുന്ന NHM ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് ഇന്നേക്ക് നമ്മൾ 75 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഞാനടക്കമുള്ള ഈ നിൽക്കുന്ന പലരും നല്ല എല്ലാവരും തന്നെ നമ്മൾ ജോലിക്ക് വരാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം പല സ്ഥലത്തുനിന്നും കടം മേടിച്ചും അതുപോലെ തന്നെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. വിസ്മയിപ്പിക്കുന്ന 10,000-കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും. വേഗമാകട്ടെ, 100 രൂപയുടെ മഹാലാഭമേള MRH ഓഡിറ്റോറിയത്തിന് നിർവശം മേലാക്കം ജംഗ്ഷൻ, നിലമ്പൂർ റോഡ്, മഞ്ചേരി.